ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒരുപാട് നഷ്ടം വരും കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വരുന്ന നേരത്ത് അതിലേക്ക് 2 കഷ്ണം കറുകപ്പട്ടയും ഒരു 3 കഷ്ണം ഗ്രാമ്പൂവും 2 കഷ്ണം ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ കഷ്ണം തന്നെ ഇഞ്ചി, അതിനോടൊപ്പം കുറച്ചേറെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഈ കറിക്ക് നല്ല ടേസ്റ്റ് നൽകും കേട്ടോ. അതോടൊപ്പം ഇനി നമുക്കൊരു 4 സവാള അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സവാള ഒന്ന് ഇളക്കിയെടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞളും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്ന് വരുന്ന നേരത്ത് നമുക്ക് ഒരു 3-4 ചെറിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി. 4 തക്കാളി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് അടച്ചു വെച്ചാൽ നമ്മുടെ ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരും. അപ്പോൾ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില ഇട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഈ ഒരു പരുവത്തിന് തീ അങ്ങ് ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒന്ന് കടുക് പൊട്ടിച്ച് കുറച്ച് ജീരകം ഇട്ട് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് അരച്ചെടുത്ത ആ കൂട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പം വെള്ളം ഒഴിക്കേണ്ട, അരച്ചെടുത്തത് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനകത്തിലെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറി എണ്ണമയം തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ഒരു കൂട്ട് വഴന്ന് വന്ന് ചീനച്ചട്ടിയിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന നേരത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്ന നേരത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 മുട്ട കൂടി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കേ.